തീപിടിച്ച വാൻഹായ് 503 കപ്പലിലെ രക്ഷാദൌത്യം ദുഷ്കരമാകുന്നു. 27 മണിക്കൂർ പിന്നിടുമ്പോഴും കപ്പലിൽ നിന്ന് വലിയ തോതിൽ തീ കത്തുകയാണ്. കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കപ്പൽ ചെരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 10 ഡിഗ്രിയിലാണ് കപ്പൽ ചെരിഞ്ഞിട്ടുള്ളത്. 30ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. മാരക വിഷപദാർത്ഥങ്ങൾ ഉൾപ്പെടെ കണ്ടെയ്നറുകളിൽ ഉണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ സമ്മർ സാൽവേജ് മാസ്റ്റർ കൂടി രക്ഷാദൌത്യത്തിനെത്തി. കടലിൽ വീണ കണ്ടെയ്നറുകൾ അടക്കമുള്ളവ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. കോഴിക്കോട് കൊച്ചി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സാജുവും കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും ചേരുന്നുണ്ട്. ആദ്യം സാജുവിലേക്ക്. സാജു, ദുഷ്കരമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു തരത്തിലും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 4 പേരെ കാണാതായവരെ കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കുന്നില്ല എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്? പക്ഷേ ഇപ്പോഴും 4 പേരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. 2 തായ്വാൻ സ്വദേശികളും ഒരു ഇന്തോനേഷ്യ അതുപോലെ ഒരു മ്യാൻമാർ സ്വദേശിയുമാണ് കാണാതായിരിക്കുന്നത്. ഈ 4 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇന്നലെ രക്ഷപ്പെടുത്തിയ 18 പേരെയും ഇന്നലെ തന്നെ മംഗലാപുരത്തേക്ക് എത്തിച്ചിരുന്നു. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പക്ഷേ അതിലും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കപ്പൽ ചെരിയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അത് വലിയ അപകടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല. കപ്പലിലാണെങ്കിൽ മാരകമായ വിഷപദാർത്ഥങ്ങൾ അടക്കമുള്ളവ ഉണ്ട് താനും. അവ കടലിൽ കലർന്നു കഴിഞ്ഞാൽ ജലത്തിലെ ജീവനുകൾക്ക് അല്ലെങ്കിൽ ജലജീവികൾക്ക് അത് കാര്യമായി ബാധിക്കും. ഒപ്പം പരിസ്ഥിതിക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നറിയിപ്പ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സെന്റർ ഇൻകോയ്സിന്റെ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതുപ്രകാരം 3-4 ദിവസങ്ങൾ കൊണ്ട് ഈ കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ തീരത്തേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. 3 ദിവസത്തോളം കടലിൽ തന്നെ ഒഴുകി നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും അത് തീരത്തേക്ക് എത്തുക എന്ന നിലയിലുള്ള ഒരു വിശകലനമാണ് അവർ നടത്തുന്നത്. എണ്ണ പടരുകയും തീര മലിനീകരണത്തിനുള്ള സാധ്യതകളും ഇൻകോയ്സ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള തീരപ്രദേശത്തേക്കാണ് അവർ ആ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. തെക്ക് കിഴക്ക് ദിശയിൽ കപ്പലിൽ നിന്ന് വീണ വസ്തുക്കൾ ഒഴുകാം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ നിഗമനമായുള്ളത്. അതിനകത്ത് ഓയിൽ പാട അടക്കമുള്ളവ തീരത്തിന് സമാന്തരമായി ഒഴുകാം എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചില അവരുടെ അനുമാനങ്ങൾ അടങ്ങിയ അത് വിശദീകരിക്കുന്ന ചാർട്ടുകളും മറ്റും ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ധന്യ.